എല്ലാവർക്കും വീണ്ടും ബ്രാഹ്മിൻസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമേ പറയട്ടെ, എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്, 8 പേരേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം ഞാൻ ആവശ്യപ്പെടുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് ഉത്സാഹിക്കണമേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെയൊക്കെ വീടുകളിലെ ഇതുപോലെ ചെടിച്ചട്ടികൾ ധാരാളമായിട്ട് ഇരിപ്പുണ്ടാകും. ചെടിയൊക്കെ നട്ടിട്ടും അത് എങ്ങനെ നഷ്ടപ്പെട്ടു പോയോ, ചെടികൾ നഷ്ടപ്പെട്ടു പോയിട്ടൊക്കെ ഇല്ല, അല്ലെങ്കിൽ സ്പെയറായിട്ടൊക്കെ ചെടിച്ചട്ടികൾ കാണും. അതിൻ്റെ അകത്ത് എങ്ങനെയാണ് നമുക്ക് വീട്ടിലുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ, അതായത് ഒരു വർഷം അവസാനം നമ്മൾക്ക് എങ്ങനെയാണ് ഇഞ്ചി വിളവെടുത്തെടുക്കാം, നട്ട് കൃഷി ചെയ്തിട്ട് അത് വിളവെടുത്തെടുക്കാമെന്നുള്ളതിനൊരു വീഡിയോ ആണ് ഇത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്ക് കുറഞ്ഞ പരിമിതിയുള്ളവർക്കും അതുപോലെ തന്നെ ടെറസ് ഗാർഡൻ എവിടെയാണെങ്കിലും ഇങ്ങനെ ഒരു രീതിയിൽ ചെയ്താൽ നല്ല രീതിയിലുള്ള ഇഞ്ചി വിളവ് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അതിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ എങ്ങനെ നമുക്കിത് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമേ ഈ ചട്ടിയിൽ നന്നായിട്ട് നല്ലവണ്ണം ക്ലീൻ ചെയ്തിട്ട് നല്ലവണ്ണം അണു വിമുക്തമാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൽ നിറയ്ക്കേണ്ട മണ്ണ്, ഇപ്പോൾ ഇത് നിറച്ചാൽ കാണുന്നെങ്കിലും ഇതിൽ നിറയ്ക്കേണ്ട മണ്ണ് വേറൊരു വൃത്തിയുള്ളൊരു പ്രതലത്തിലിട്ടിട്ട് അതിൽ കുമ്മായത്തിൻ്റെ പൊടി ചേർത്ത് മിക്സ് ചെയ്ത് ഒരു 15-20 ദിവസത്തോളം ഇവിടെ ഒന്ന് മാറ്റി വെച്ചിരിക്കും. അവിടെ വെച്ചിട്ട് അത് അന്നേരത്തേന് അതിൻ്റെ അകത്തുള്ള എന്തെങ്കിലും കീടാണുക്കളോ അല്ലെങ്കിൽ മറ്റ് വൈറസ് ആയിട്ടുള്ള കാര്യങ്ങളോ ഫംഗലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോയിട്ട് ഒരു നല്ലൊരു ഇതിന് വേണ്ട കൃഷി ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു പരിസ്ഥിതിയിലേക്ക് ഈ മണ്ണ് ആയിത്തീരും. അപ്പോൾ അങ്ങനെ ആയിത്തീരാൻ വേണ്ടിയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം ഈ ചട്ടിക്കകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ, നമ്മുടെ കയ്യിലുള്ള കുറച്ച് ചാണകപ്പൊടി, ഉണങ്ങിയ ചാണകപ്പൊടിയും ചാരവും ഈ മണ്ണും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ഉണങ്ങിയ കരിയില, ഈ വട്ടയുടെയും അല്ലെങ്കിൽ മറ്റുള്ള ഈ മരുതിയുടെയോ വട്ടയുടെയോ അങ്ങനെയുള്ള ഇതിൻ്റെയൊക്കെയും ഇലകളാകുമ്പോൾ കൂടുതൽ വളക്കൂറുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇല വേനൽക്കാലത്ത് നമ്മളത് ഉണങ്ങി പൊടിച്ച് വെച്ചേക്കാമെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർക്കാമെങ്കിൽ അത് വളരെയധികം മണ്ണിന് ഒരു നല്ല ഇളക്കവും നീർവാർച്ചയൊക്കെ ഉണ്ടാകാനും വളം ഈ ചെടിക്ക് കിട്ടാനും ഒക്കെ സഹായിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അങ്ങനെ ചെയ്ത ഒരു ഇതാണ്. ഇതിൻ്റെ അകത്തും മണ്ണ് നിറച്ച് ചാണകവും ഈ പറഞ്ഞതുപോലുള്ള എല്ലാ ഘടകങ്ങളും ചേർത്തിട്ട് ഇത് ഫില്ലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യമേ ഒരു വർഷത്തിൽ ഇഞ്ചി എല്ലാം വിളവെടുപ്പ് നടത്തിയതിന് ശേഷം അതിൽ നിന്ന് നമുക്ക് വിത്തിനുള്ളത് നമ്മൾ മാറ്റി വെച്ച് അത് 2 ദിവസത്തോളം കുമിൾനാശിനികൾ എന്തെങ്കിലും അല്ലെങ്കിൽ അണുനാശിനികൾ എന്തെങ്കിലും പുരട്ടി അത് തണലത്തിട്ട് വെച്ചിട്ട് ഒന്ന് ഉണക്കിയെടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം പുകപ്പുരയുള്ളവരാണെങ്കിൽ പുകപ്പുരയിൽ ഒരു വള്ളിക്കൊട്ടയിൽ പാണലിൻ്റെ ചെടി അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തൊരു അട്ടി നിരത്തിയിട്ട് അതിലോട്ട് ഈ വിത്ത് ഇഞ്ചികൾ മുഴുവനായിട്ട് നിരത്തി അങ്ങോട്ട് വയ്ക്കുന്നു. അതിനുശേഷം അതിൻ്റെ മണ്ടയ്ക്കോട്ട് വീണ്ടും പാണലിൻ്റെ ഇലകൾ അടങ്ങുന്ന ചെടിയുടെ ഇത് കണ്ടിച്ചെടുത്തത് അത് അതിൻ്റെ അകത്ത് മണ്ടയിലോട്ടിട്ടിട്ട് അപ്പോൾ നന്നായിട്ട് അവിടെ പുറത്തൊന്നും യാതൊരു ഇതും വരികയില്ല. ഇതിന് പാണലിനൊരു ചെറിയൊരു ചൂടുമുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്ന് അത് ഏപ്രിൽ മാസത്തിലൊക്കെ അവിടെ ഇരുന്ന് പുക കൊണ്ട് കഴിയുമ്പോൾ മെയ് മാസം ആരംഭത്തിലേക്ക് തന്നെ നമുക്ക് മണ്ണിലേക്ക് ഇറക്കാൻ പറ്റും. അതാണ് സാധാരണ കർഷകർ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നല്ല ഇഞ്ചിയുടെ കഷ്ണം ഇത് നോക്കിയെടുക്കും. ഇത് ചെറുതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിൽ നല്ല ഇച്ചിരി നെടുക്കമുള്ള ഒരു നല്ല ഇത് എടുത്ത് നമ്മളിതിങ്ങനെ വെക്കുന്നു. വേറൊരെണ്ണം എടുത്തും നമ്മൾ ഇങ്ങനെ അങ്ങ് വെക്കുന്നു. അടുത്തൊരെണ്ണം എടുത്തും നമ്മൾ ഇതുപോലെ അങ്ങനെ വെക്കുന്നു. വേറൊരെണ്ണം എടുത്ത് നമ്മൾ ഇങ്ങനെ വെക്കുന്നു. അപ്പോൾ ഞാനിത് ചെറുതായിട്ടാണ് 4-5 എണ്ണം ഞാൻ ഒന്നിച്ച് ചേർത്തിരിക്കുന്നത്. കണ്ടോ, ചെറുതായിട്ടാണ്. അപ്പോൾ ഇത്രയുമല്ല, ഇത് ഈ നല്ല നെടുക്കമുള്ള ഇതായിരിക്കണം. മനസ്സിലായല്ലോ? അല്ല അന്നേരത്തേന് ഈ പുകയത്ത് വെച്ചതാകുമ്പോൾ അത് കിളുക്കാനൊക്കെ തുടങ്ങിയിരിക്കും. അന്നേരം കിളിപ്പ് തുടങ്ങിയില്ലെങ്കിലും അത് ഉണങ്ങി ആകുമ്പോഴത്തേനൊന്ന് അതിൻ്റെ വെള്ളം വെച്ചിട്ട് വലിഞ്ഞൊക്കെ നിൽക്കുമ്പോഴത്തേന് കിളിപ്പ് വരുന്ന നല്ല ശക്തിക്ക് അണിയും വരും. അപ്പോൾ അങ്ങനെ ഇതിനകത്തോട്ട് വെച്ചിട്ട്
അതിൻ്റെ മണ്ടയിലോട്ട് മണ്ണിട്ട് കുറച്ച് മണ്ണിട്ട് മൂടുന്നു. നമ്മളങ്ങനെ അങ്ങനെ മണ്ണിട്ട് അങ്ങ് മൂടുന്നു. മണ്ണിട്ട് മൂടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതതുപോലെ തന്നെ അവിടെ അങ്ങ് മാറ്റി വെക്കുന്നു. മാറ്റി വെച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്ന് തൈകൾ ക്രമേണ പൊട്ടി കിളിർത്ത് വരും. അപ്പോൾ ആദ്യം ഇതിനകത്ത് ചാണകപ്പൊടിയും മറ്റുള്ളതെല്ലാം ചേർത്ത് വെക്കുന്നുണ്ട്. ആ വളർത്തിൽ ഇതിങ്ങനെ പൊങ്ങി വരുമ്പോൾ ആദ്യം ആരോഗ്യത്തോട് തന്നെ പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കിളിർത്ത് വരുമ്പോൾ അതിനോട് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ നമ്മൾ സ്റ്റെറാമലിടാം. അത് മൂടിയിൽ നിന്ന് കുറച്ച് മാറ്റി മാത്രമേ ഇടാവൂ. അതുപോലെ തന്നെ എല്ലുപൊടി വേണേൽ ചേർക്കാം. അതുപോലെ തന്നെ കോഴിക്കാഷ്ടമോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൈവശമുള്ള വളങ്ങൾ ഒക്കെ ചേർത്താൽ ഇതിനൊരു പ്രശ്നമേ ഉള്ളൂ. ഭയങ്കരമായിട്ടുള്ള മഴ ഇതിന് ദോഷം ചെയ്യാറുണ്ട്. കാരണം ഇതിന് മൂടിച്ചീയൽ അങ്ങനെയുള്ള ഇടയാകാതെ ഇരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നറിയാവോ, ഇതിൻ്റെ അകത്ത് നന്നായിട്ട് അടിവശത്തും സൈഡിലും ഒക്കെ കരിയിലകൾ വെക്കും. അപ്പം വെച്ച് കഴിയുമ്പോൾ ആ കരിയിലൊക്കെ ഉള്ള വേണ്ടി നീർവാർച്ച ഉണ്ടാവാനിടയാകും. അതുപോലെ താഴത്തെ ആ സുഷിരങ്ങളൊക്കെ ഒരു കല്ല് വെച്ച് അത് വെച്ച് അതിൻ്റെ മണ്ടയിലോട്ടാണ് ഈ ഇത് വെക്കുന്നത്. മണ്ണായാലും കരിയിലായാലും വെക്കുന്നത്. കാരണം ആ വിട അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ടെറസിൻ്റെ ഭാഗത്താവാം, ഗാർഡൻ്റെ ഭാഗത്താവാം, എവിടെ ചെടി വെച്ചിരിക്കുന്നതിൻ്റെ ഭാഗത്താവാം, അവിടെ എവിടെയാണെങ്കിലും ഇത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നത് ഇത് വളർന്ന് നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഇഞ്ചി കിട്ടും. അങ്ങനെ വെച്ചിരിക്കുന്ന ഞാനൊരെണ്ണം കാണിക്കാം. നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് കണ്ടോ, ഇതൊക്കെ അങ്ങനെ ചെയ്തിരിക്കുന്ന ഇതാണ്. കണ്ടോ ഇതൊക്കെ അങ്ങനെയുള്ള ഇതാണ്. കണ്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ഇത് വരുന്നത്. കണ്ടോ. അപ്പോൾ ഇനിയും ഇതിൻ്റെ ഒരു ഫലമുണ്ടായതിന് ശേഷം, ഇതിന് വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിൻ്റെ